Hello, good evening, beautiful souls. Welcome to my channel. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ആണ്. രാവിലത്തെ എനർജിയിൽ നിന്നും എന്തെങ്കിലും നമുക്ക് വ്യത്യാസമുണ്ടോ എന്ന് നോക്കാം. ചിലപ്പോൾ രാവിലത്തെ എനർജിയുടെ ബാക്കി ആയിരിക്കില്ല കിട്ടുന്നത്, വേറെ പുതിയ എനർജി ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം കിട്ടിയത് 5 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ആദ്യമേ തന്നെ നമുക്ക് കാക്ക വന്നിട്ടുണ്ട്. അടുത്തത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് 10 ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, 10 ഓഫ് സോർഡ്സ് ആണ്. അടുത്ത് എന്തായിരിക്കും? 5 ഓഫ് സോർഡ്സ് വന്നു, പെൻറ്റക്കിൾസ് വന്നു, വീണ്ടും സോർഡ്സ് വന്നു. അടുത്തിനി എന്താണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 2 ഓഫ് സോർഡ്സ് ആണ്. ഇന്ന് സോർഡ്സ് വെച്ചിട്ടുള്ള ഒരു കളിയാണ് കാർഡ്സിൽ. 2 ഓഫ് സോർഡ്സ്. അത് കഴിഞ്ഞിട്ട് കപ്സ് ഒന്നും കിട്ടിയില്ലല്ലോ. 2 ഓഫ് സോർഡ്സ് കഴിഞ്ഞിട്ട് വീണ്ടും 10 ഓഫ് പെൻറ്റക്കിൾസ്. നേരത്തെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നു, അതിന് തൊട്ട് താഴെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് 3 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് സോർഡ്സിൻ്റെ താഴെ 3 ഓഫ് വാൺസ്. അതിലെനിക്കൊന്നും തോന്നുന്നില്ല, നമുക്ക് നോക്കാം. 3 ഓഫ് സോർഡ്സ്, 3 ഓഫ് വാൺസ്. പിന്നെ നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് 9 ഓഫ് കപ്സ് തന്നെ കിട്ടി. 9 ഓഫ് കപ്സ്. കപ്സ് എനർജി പോരല്ലോ. 9 ഓഫ് കപ്സ്. ഓക്കെ, 5 ഓഫ് കപ്സ് കിട്ടി. 5 ഓഫ് കപ്സ് ആണ്, പക്ഷേ 9 ഓഫ് കപ്സ്, അതിനുശേഷം 5 ഓഫ് കപ്സ്, വീണ്ടും ഒരു കാർഡും കൂടെ. ഓക്കെ, 8 ഓഫ് കപ്സ് ആണ്. ഓക്കെ, 8 ഓഫ് കപ്സ്. ഒരു കാർഡും കൂടെ വേണം. ഹെറോഫെൻറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കൂടെ നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് ഏതാണ്? ദ എംപറസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഡെക്സ്. നമുക്ക് പോവാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതൊരു അഡ്വൈസായിട്ട് എടുക്കുക, അല്ലെങ്കിൽ വിട്ട് കളയുക. നിങ്ങൾക്കൊന്ന് മാച്ചിങ് അല്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്താലും സ്കിപ്പ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ദ എംപറസ് കാർഡാണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. രാവിലത്തെ റീഡിങ്ങിൽ പോലെ തന്നെ ഇവിടെ ഒരു പ്രഗ്നൻസി, റിലേഷൻഷിപ്പിലൊരു പ്രഗ്നൻസി കാണുന്നുണ്ട്. ആരോ ഒരു പ്രഗ്നൻ്റ് ലേഡി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആകാൻ ആരോ ആഗ്രഹിക്കുന്നത് പോലെ, അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ബന്ധത്തിലെ ഫെമിനൈൻ എനർജി വളരെ പെട്ടെന്ന് തന്നെ ഒരു അബണ്ടൻസിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു സമൃദ്ധി, ജീവിതത്തിലോട്ടൊരു സമൃദ്ധി വരുന്നുണ്ട്. ഓക്കെ, ചില പുതിയ തുടക്കങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. പിന്നെ ഇങ്ങനെ എടുക്കാം, നിങ്ങൾ കുറച്ച് സെൽഫ് കെയർ ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒന്ന് സൗന്ദര്യ സംരക്ഷണം ഒക്കെ ചെയ്യൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് മറ്റ് കാർഡുകളിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നെ ഒരു 5 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. 5 ഓഫ് സോർഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ 2 പേരുണ്ട് ഈ ബന്ധത്തിൽ. അതിൽ ഒരാളോട് മറ്റുള്ളവർ, അതായത് ഇവിടെ നമുക്ക് കാണാം ഒരു കാക്ക വന്ന് തോളിലിരുന്നിട്ട് ചെവിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ എന്തൊക്കെയോ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് ഒരാളുടെ ചെവിയിൽ ഇങ്ങനെ നമ്മൾ ഓതുക എന്നൊക്കെ പറയൂലേ, അതുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പം നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത് എന്ന് എനിക്കെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, ആളിൻ്റെ മുഖം നമുക്കറിയാം. ആൾക്കങ്ങ് അത് കേട്ട് തലവേദന എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അല്ല, നിങ്ങൾക്ക് ആരും അങ്ങനെ ഒരു
ഒരു കാര്യം ഇങ്ങനെ ചെവിയിൽ വന്ന് മറ്റൊരാളിൻ്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ ഇത് മറ്റേ ആളിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇനി ആദ്യം അതാണ്. രണ്ടാമത്തെ ആൾ ഒരു യാത്രയിലാണ്, അതായത് ജോലി സ്ഥലത്താണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാശുണ്ടാക്കാൻ ഉള്ള ഒരു യാത്രയിലാണ്. ഓക്കെ, ഇവരുടെ ഇടയിൽ, അതായത് നിങ്ങളുടെ ഇടയിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്നുണ്ട്, ഓർ ബ്രേക്കപ്പായി. ഓക്കെ, ബ്രേക്കപ്പായി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇവിടെ 2 ഓപ്ഷനുണ്ട് ഒരാൾക്ക് ഇതിനകത്ത്, നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റേ ആൾക്ക് 2 ഓപ്ഷനുണ്ട്. അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. കണ്ടില്ലേ, 2 കാക്കകൾ തലയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് കൊത്തി വലിക്കുകയാണ് 2 വശത്തോട്ടും. ഓക്കെ, ഇവിടെ പാസ്റ്റിൽ ഇവിടെ ഇതിൽ കാണുന്നതെന്ന് വെച്ചാൽ 2 പേരും നല്ല സന്തോഷത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതുപോലെ നല്ല കണക്റ്റഡ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ഇവിടെ കുട്ടികളെയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഹസ്ബൻഡ് ആൻഡ് വൈഫായിരുന്നു എന്ന് പറഞ്ഞത്. ഭയങ്കര സന്തോഷത്തിലുള്ള 2 ദമ്പതികളായിരുന്നു, അല്ലെങ്കിൽ അതുപോലത്തെ 2 കപ്പിൾസ്, അതുപോലത്തെ കപ്പിൾസ് ആയിരുന്നു. ഇവിടെ ഫ്യൂച്ചർ ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ 3 ഓഫ് വാണ്ട്സ് ആണ്. ഇവിടെ 3 ചോയ്സ് ഉണ്ട്. അതായത് നേരത്തെ ഉള്ള 2 കാക്കകൾ അല്ലെങ്കിൽ 2 പേര് ആണ് 2 ചോയ്സുകൾ. മൂന്നാമത്തേത് ആളിങ്ങനെ ദൂരത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതായത് കടൽക്കരയിൽ നിന്ന് വന്ന് നിന്നിട്ട് മറുകരയിലേക്ക് നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ ചിലർക്ക് എനിക്ക് തോന്നുന്നു വിദേശത്തേക്ക് യാത്രയ്ക്ക് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മൂന്നാമത്തെ ചോയ്സ് അയാൾ തന്നെയാണ്. ഈ 2 ചോയ്സ് ഏതെങ്കിലും എടുക്കണോ, അതോ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോകണോ, ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് രക്ഷപ്പെട്ട് പോകണോ എന്നുള്ള ഒരു ചിന്തയിലാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ 2-3 ഓപ്ഷൻസ് ഇയാൾക്കുണ്ട്. ഒന്നിൽ ഈ 2 കാക്കകളിൽ ഒരാളെ സെലക്ട് ചെയ്യാം, 2 ഓപ്ഷൻസാണത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് കടൽ കടന്നു പോകാം എന്നുള്ളൊരു ചിന്തയിലാണ് ആൾ നിൽക്കുന്നത്. അടുത്ത അഡ്വൈസ്, ഇവിടെ യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് എന്ന് വെച്ചാൽ 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളോട് തീരുമാനിക്കാനാണ് പറയുന്നത്. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്, നിങ്ങൾ തീരുമാനിക്കൂ എന്നാണ് പറയുന്നത്. ഒരു ചാൻസ് എടുക്കൂ എന്ന് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ വിഷ് എന്താണോ അത് ഫുൾഫില്ല് ചെയ്യൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഞാൻ കുറേ തന്നിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഓപ്ഷൻ എടുക്കൂ, ഇത് നിങ്ങളുടെ ചാൻസാണ് എന്ന രീതിയിലാണ് യൂണിവേഴ്സ് ഇവിടെ അഡ്വൈസ് തന്നിരിക്കുന്നത്. ചോയ്സ് നിങ്ങൾ എടുക്കൂന്ന്, അവസരങ്ങൾ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. ഓക്കെ, 5 ഓഫ് കപ്സ് ആണ് ഇവിടെ അതിന് ശേഷം വന്നിരിക്കുന്നത്. ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പ്രഡിക്ഷൻ പോലെയാണ്. നിങ്ങളിവിടെ പകുതി മനസ്സാണ്, നിങ്ങൾക്കിവിടെ പകുതി മനസ്സ് കയ്യിൽ നിന്ന് പോയ കുറച്ച് കാര്യങ്ങളെ ഓർത്ത് ഇവിടെ ദുഃഖിച്ചിരിക്കുന്നുണ്ട്. 5 എണ്ണേ പോയിട്ടുള്ളൂ, 5 എണ്ണം കയ്യിലുണ്ട്, 5 കപ്സ് ഉണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. പോയതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ഒരാളിനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ഔട്ട്കം വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറി ചിന്തിക്കാം, ഓപ്ഷൻസ് നിങ്ങൾ എടുക്കാം. അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. തൊട്ടടുത്ത് തന്നെ 8 ഓഫ് കപ്സ് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അല്ലെങ്കിൽ ആരാണോ ഇതിലൊരാൾ തിരിഞ്ഞു നടക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഡിസപ്പോയിൻറ്റഡ് ആണ്. ഓക്കെ, ചില ഓപ്ഷൻസ് എടുത്തിട്ട് തിരിഞ്ഞ് നടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ ഒന്നും എടുക്കാതെ തിരിഞ്ഞ് നടക്കുന്നതായിരിക്കാം. ഇവിടെ ഒരാൾ ഇതിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഓക്കെ, ഇപ്പം നടക്കുന്ന കാര്യങ്ങളിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിഞ്ഞ് നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കണ്ടത്. 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത് അതാണ് ഇപ്പം നടക്കുന്നൊരു കാര്യം. 10ാമത്തത്, ഇവിടെ ഈ ഒരു ബന്ധത്തിൽ വില്ലൻ റോളായിട്ട് വന്നിരിക്കുന്നത് പാരമ്പര്യം. ഓക്കെ, നിങ്ങളുടെ ജാതി അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ നിങ്ങളുടെ കാശിൻ്റെ അളവ്, ഇതൊക്കെയാണ് ഇവിടെ ഒരു ബേസിക് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, എന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനെ ചൊല്ലിയാണ് ഈ പല ആളുകളും വന്ന് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നത്, കാക്ക പോലെ പരദൂഷണം പോലെ വന്ന് പറഞ്ഞു തരുന്നത്. അപ്പം അത് നിങ്ങൾക്കൊരു ഓപ്ഷൻ എടുക്കാൻ നിങ്ങളോട് യൂണിവേഴ്സ് തന്നെ പറയുന്നു. ഓക്കെ, നിങ്ങൾ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അടുത്തൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.